കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. നമുക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹബലിയാണ് വിശുദ്ധ കുർബാന. അവിടുത്തെ അനന്തകാരുണ്യം ഒന്നുമാത്രമാണ് അതിൽ പങ്കുചേരുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ കാലം മുതൽ എക്കാലവും അവനെ പിന്തുടരുന്ന ഈ വലിയ കാരുണ്യം ഒരു മഹാരഹസ്യമാണ്. തള്ളിപ്പറഞ്ഞിട്ടും ഒറ്റിക്കൊടുത്തിട്ടും കൈവെടിയാതെ എന്നും നെഞ്ചോട് ചേർത്തു നിർത്തുവാൻ തിരുമനസ്സായ ആ അനന്ത കാരുണ്യം തന്നെയാണ് വിശുദ്ധ കുർബാന. ആ വലിയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഓരോ മനുഷ്യാത്മാക്കളും പൂർണ്ണത പ്രാപിക്കുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നെത്തുമ്പോൾ നമുക്ക് ഹൃദയങ്ങൾ തുറക്കാം. നല്ല ദൈവം അവിടുത്തെ തിരുഹൃദയവും നമുക്ക് മുന്നിൽ തുറന്നു തരും. നമുക്കങ്ങോട്ട് കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മിലേക്കും പ്രവേശിക്കും. ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേയാൾ ശ്രവിക്കുന്നു. ചേർന്നിരിക്കുന്നവർക്കിടയിൽ സ്വച്ഛമായി നിശ്വാസവായു സഞ്ചരിക്കുന്നത് പോലുള്ള മനോഹരമായ അവസ്ഥയാണ് അത്. നമ്മോടൊത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹവാസമാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അനാദികാലം മുതൽ ദൈവം മനുഷ്യാത്മാക്കളോട് കാത്തു സൂക്ഷിക്കുന്ന സ്നേഹതീക്ഷ്ണതയുടെ പൂർത്തീകരണമാണ് ദിവ്യകാരുണ്യം. ഓരോ നിമിഷവും എല്ലാ മനുഷ്യാത്മാക്കളും തന്നോട് കൂടെയായിരിക്കണമെന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അത്. അളക്കുവാൻ കഴിയാത്ത ആ അനന്ത സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരാൾക്കും അവിടുത്തെ സ്നേഹവലയത്തിൽ നിന്നും അകലുക സാധ്യമല്ല. അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ കൂടുതൽ ചേർത്തു നിർത്തുന്ന ആ കാരുണ്യം വിസ്മയനീയമാണ്. 1997 നവംബർ മാസത്തിൽ ഒരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ കൂടി എനിക്ക് വിശുദ്ധ കുർബാന എന്താണെന്നും ഈശോയുടെ സ്നേഹം എന്തെന്നും എനിക്ക് മനസ്സിലായി. അന്ന് തൊട്ട് ഞാനും എൻ്റെ ഫാമിലിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഈ 97 ശേഷം ഉണ്ടായിട്ടില്ല. ജീവിതത്തിലെ മരിക്കുന്ന അന്ന് വരെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 2004 മെയ് 1-ാം തീയതിയാണ് മൂത്ത മോള് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ കുർബാന സ്വീകരണത്തിൽ നിന്ന് മുടങ്ങാനോ വിശുദ്ധ കുർബാന മുടക്കാനോ കർത്താവ് ഞങ്ങളെയോ കുടുംബത്തെയോ മോളെയോ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ മോൻ 2008 ഏപ്രിൽ 19-ാം തീയതിയാണ് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. മൂന്നാമത്തെ മോള് 2012 ഏപ്രിൽ 22-ാം തീയതിയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ഇവരൊന്നും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഒരിക്കലും വിശുദ്ധ ബലി മുടക്കേണ്ടതായോ ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ദിവസേനയുള്ള പ്രാർത്ഥനയും അനുദിന കുടുംബ പ്രാർത്ഥനയും ഞങ്ങളതിന് ശക്തി തരികയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ ഫംഗ്ഷനുകളുണ്ടെങ്കിലും ഒരിക്കലും വിശുദ്ധ കുർബാനയോ
അനുദിന കുടുംബ പ്രാർത്ഥനയോ ഇന്ന് വരെ മുടക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം വന്നിട്ടില്ല. അതുപോലെ തമ്പുരാൻ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും തമ്പുരാനിൽ ഉറച്ചു വിശ്വസിച്ച് അടുത്തൊരു നന്മയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരിക്കാനുള്ള ഒരു കൃപയിൽ കർത്താവ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊക്കെ ശക്തി തരുന്നത് ഈ വിശുദ്ധ കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മോട് പറയുന്നു, ദിവ്യകാരുണ്യത്തിലെ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. ഇവിടെ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. എൻ്റെ ആത്മാവ്, ശരീരം, ദൈവത്വം എല്ലാം. ഇവിടെ നിന്റെ വരനെപ്പോലെയാണ് ഞാൻ. ഈ സ്നേഹം ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം: പരസ്പര ഐക്യം. നമ്മെ പ്രതി സ്വയം ശൂന്യവൽക്കരിച്ച ദൈവത്തിൻ്റെ സ്നേഹപ്രതീകമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് നോക്കുക. ചെറിയ അപ്പത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഒതുങ്ങി നമുക്ക് മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ, സങ്കല്പങ്ങൾക്ക് അതീതമായ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെയും ആ ശൂന്യവൽക്കരണത്തിന് ദൈവപുത്രനെ പ്രാപ്തനാക്കിയ സഹനങ്ങളുടെയും നേർക്കാഴ്ചയാണ് അത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ വചനം ഈശോ സ്വന്തം ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയായിരുന്നു. ആ ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന നാമും അതുവഴി ശൂന്യവൽക്കരിക്കപ്പെടുക തന്നെ ചെയ്യും. മക്കളെ ദൈവത്തെ കൊടുത്ത് വളർത്തുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് ഇന്നുവരെ ഞങ്ങളാലാവത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്കൂളിൽ ടൂറ് പോകുമ്പോൾ പോലും ഒരു ദിവസം സ്റ്റേ ഉള്ള ടൂറാണെങ്കിൽ മക്കളെ നിങ്ങൾ കുർബാന മിസ്സാകും, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സും ഈ ഒരു ജീവിതശൈലിയിലൂടെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഒരു കാര്യം പോലും വിശുദ്ധ കുർബാനയും സൺഡേ ക്ലാസ്സും ഒന്നും മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുമില്ല. വിശുദ്ധ ബലിക്ക് വേണ്ടി ബാക്കി എന്തും ക്യാൻസൽ ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ അതൊരു നഷ്ടമായിട്ട് കരുതാതെ തന്നെ മുന്നോട്ട് പോകാനായി ഞങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വരുമ്പോൾ അവർക്ക് ഒരു കോമ്പറ്റീഷൻ അങ്ങേയറ്റമുള്ള ഒരു മേഖലയാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസം. അപ്പോൾ എത്ര പഠിപ്പിച്ചാലും ഏതൊക്കെ എൻട്രൻസിന് എവിടെയൊക്കെ വിട്ടാലും എങ്ങനെയും ഒന്നാമതാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ദൈവത്തെ കിട്ടാതെ ഈ കുട്ടികൾക്ക് ബാക്കി എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ എന്നൊരു എളിയ ചിന്തയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അല്ല അവരെ ആ ഒരു ഇതിലാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻട്രൻസിന് വിട്ടാലും ട്യൂഷന് വിട്ടാലും എന്ത് പഠന കാര്യത്തിൽ വിട്ടാലും വിശുദ്ധ കുർബാനയും സൺഡേ കാറ്റഗിസവും കഴിഞ്ഞിട്ട് ഒരു പഠനം അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈശോ എന്ത് കൊടുക്കും എന്നുള്ളതിൽ ഞങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ്. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു, എല്ലാ പുലർച്ചയ്ക്കും ധ്യാനവേളയിൽ ആ ദിവസത്തെ കഠിന പ്രയത്നങ്ങൾക്കായി ഞാൻ സ്വയം ഒരുങ്ങും. എല്ലാ പ്രതിസന്ധികളിലും ഞാൻ വിജയം നേടുമെന്ന് ദിവ്യകാരുണ്യം എനിക്ക് ഉറപ്പു നൽകുന്നു. അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും.
ദിവ്യകാരുണ്യത്തോടു കൂടിയല്ലാതെ ഒരു ദിവസം ആരംഭിക്കുക എന്നത് എന്നെ ഭയപ്പെടുത്താറുണ്ട്. ഒരു നിമിഷം ധ്യാനിക്കാം. ദിവ്യകാരുണ്യത്തോട് ചേർന്നുള്ള നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമാകാറുണ്ടോ? സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സദ്ഫലങ്ങൾ എന്നിൽ രൂപപ്പെടാറുണ്ടോ? എന്നിലേക്ക് വലിയ സ്നേഹത്തോടെ ആഗതനാകുന്ന ക്രിസ്തുനാഥനോട് ചേർന്ന് ജീവിത വ്യഗ്രതകളെ സമീപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തും നേടിത്തരാൻ മനസ്സായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. How beautiful the hands that served the wine and the
ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവന്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുവാൻ ഈശോ തിരുമനസ്സാകുന്ന ഓരോ അവസരങ്ങളും വളരെ സവിശേഷതകളോട് കൂടിയതായിരിക്കും. തന്നിൽ നിന്ന് അകലുന്ന ജനതകൾക്കിടയിൽ, തൻ്റെ സാന്നിധ്യ ശക്തിയെ സംശയിക്കുന്നവർക്കിടയിൽ, സർവോപരി ലോകത്തിന് മുഴുവൻ ബോധ്യം പകരുന്നതിനു വേണ്ടി അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്നു. അതിനായി അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. മനുഷ്യബുദ്ധിക്ക് ദുർഗ്രഹമായ ദൈവിക തീരുമാനങ്ങൾക്കനുസരിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ അത് സംഭവിക്കുന്നു. ഏറെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്പെയിനിലെ ഡറോക്കയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിന് പിന്നിലും ഇത്തരത്തിൽ വിസ്മയനീയമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു വലിയ ജനതയെ വിശ്വാസത്തിലുറപ്പിക്കുവാൻ ആ ദിവ്യകാരുണ്യ അത്ഭുതം കാരണമായി മാറി എന്ന് മാത്രമല്ല, പിന്നീട് തിരുസഭയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ആചരണത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമായതും ഈ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. സ്പെയിനിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ് ഡെറോക്ക. സരഗോസയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മലനിരകളാലും 100ഓളം ഗോപുരങ്ങളാലും ചുറ്റപ്പെട്ട സ്ഥലമാണിത്. ദിവ്യകാരുണ്യാത്ഭുതം പ്രകടമാക്കുന്നതിനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമല്ല, ദിവ്യകാരുണ്യാത്ഭുതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ടാണ് ദൈവം ഇതിനെ തിരഞ്ഞെടുത്തത്. ധാരാളം അക്രമങ്ങളുടെ നടുവിലും ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് അവിടുന്ന് തൻ്റെ അനന്തമായ ശക്തിയാൽ അത്ഭുതത്തിൻ്റെ പാത തെളിച്ചു. 1239 ഈ സ്ഥലം സ്പെയിനിലെ ജനങ്ങളും അവരെ ആക്രമിച്ച മൂർ വംശജരുമായി പോരാട്ടം നടന്ന ഒരു യുദ്ധക്കളമായി മാറിയിരുന്നു. ആരഗണിലെ പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം മൂർ വംശജർ കൈയടക്കി വെച്ചിരുന്ന ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള കഠിനമായ പരിശ്രമത്തിലായിരുന്നു. സ്പെയിൻ പട്ടാളം ഈ നഗരത്തിനു പുറത്തുള്ള ലുഷേന്തെ എന്ന സ്ഥലത്ത് കൂടാരമടിച്ചു. അകത്തു കടന്ന് നഗരം പിടിച്ചെടുക്കുവാൻ വന്ന 6 കമാൻഡർമാരുടെ നേതൃത്വത്തിലായിരുന്നു പട്ടാളക്കാർ പുറത്ത് എത്തിയിരുന്നത്. അവരോടൊപ്പം ഡെറോക്കയിലെ സെന്റ് ക്രിസ്റ്റഫർ ദേവാലയത്തിലെ ഫാദർ മത്തേയോയുമുണ്ടായിരുന്നു. അന്നത്തെ രീതി അനുസരിച്ച് പട്ടാളക്കാരും കമാൻഡർമാരും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചതിനു ശേഷമായിരുന്നു യുദ്ധത്തിനു പോയിരുന്നത്. അന്ന് ദിവ്യബലിക്കെത്തിയ ഏവർക്കും വേണ്ടി നമ്മുടെ നാഥൻ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ തിരുമനസ്സായി. കൂദാശ വചനങ്ങൾ കഴിഞ്ഞതിനു ശേഷം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തൊട്ടുമുൻപ് പെട്ടെന്നാണ് മൂർ പട്ടാളക്കാർ തങ്ങളെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുന്നത് അവർ കണ്ടത്. കമാൻഡർമാരും പട്ടാളക്കാരും ശത്രുക്കളെ നേരിടാനായി ആയുധങ്ങളുമായി യാത്രയായി. എന്തു ചെയ്യണമെന്നറിയാതെ വൈദികൻ ദിവ്യകാരുണ്യം ഒരു തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞ് അവിടെയുള്ള ഒരു അലമാരയുടെ അടിയിൽ സൂക്ഷിച്ചു. ആ യുദ്ധത്തിൽ സ്പാനിഷ് പട്ടാളം വിജയം വരിച്ചു. ധാരാളം മൂർ പട്ടാളക്കാരെ അവർ യുദ്ധത്തടവുകാരായി പിടിച്ചു. തങ്ങളുടെ കൂടാരത്തിൽ തിരികെ എത്തിയ കമാൻഡർമാർ വളരെ ആഹ്ലാദത്തിലായിരുന്നു. അവർ വൈദികനോട് തങ്ങളെ വിജയത്തിലേക്കു നയിച്ച ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചു. ഫാദർ മത്തേയോ താൻ ദിവ്യകാരുണ്യം ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തേക്കോടി. തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞുവെച്ച ദിവ്യകാരുണ്യത്തെ തുറന്നെടുത്ത അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തിരുവോസ്തികളിൽ നിന്ന് രക്തം പുറപ്പെടുന്നു. അത്
തിരുവസ്ത്രത്തെ മുഴുവൻ നനച്ചു. കമാൻഡർമാരുടെ ആശ്ചര്യത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ദൈവമാണ് തങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിച്ചത് എന്ന് വിളിച്ചു പറഞ്ഞ് തിരുവസ്ത്രവും തിരുവോസ്തികളും വഹിച്ച് അവർ വലിയ പ്രദക്ഷിണമായി തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി. അങ്ങനെ ആ വലിയ യുദ്ധം ജയിച്ചതിൻ്റെ സകല മഹത്വവും അവർ ദിവ്യകാരുണ്യനാഥന് നൽകി. എന്നാൽ അവിടെ വച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 6 കമാൻഡർമാരാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. അവർ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതം തങ്ങളുടെ നഗരത്തിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ അവരുടെ ദേവാലയത്തിൽ ആരാധനയ്ക്കായി സൂക്ഷിക്കണമെന്നും ഓരോരുത്തരും ആഗ്രഹിച്ചു. അവസാനം അത് തർക്കത്തിലെത്തി. പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി കുറിയിടാൻ അവർ തീരുമാനിച്ചു. 3 പ്രധാന സ്ഥലങ്ങളാണ് അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ ഡെർവൽ, കലറ്റയൂഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള കമാൻഡർമാർ ഇതിനുവേണ്ടി കുറിയിടുന്നതിന് എതിരായിരുന്നു. അവസാനം അവരുടെ ജനറൽ തികച്ചും വ്യത്യസ്തമായ ഒരു തീരുമാനത്തിലെത്തി. തങ്ങൾ യുദ്ധത്തിൽ പിടിച്ച ഒരു കഴുതയുടെ പുറത്ത് ഈ വസ്ത്രം വയ്ക്കുക. ആ കഴുത ആദ്യമായാണ് സ്പെയിൻ കാണുന്നത്. യാത്ര ചെയ്ത് ഈ കഴുത എവിടെയെത്തുന്നുവോ അതായിരിക്കും ദിവ്യകാരുണ്യ അത്ഭുതം സ്ഥാപിക്കപ്പെടേണ്ട സ്ഥലം. അങ്ങനെ ഇത്തരമൊരു പരീക്ഷണത്തിനുള്ള ദിവസം നിശ്ചയിക്കപ്പെട്ടു. 1239 ഫെബ്രുവരി 24 അത്. ഈ കഴുത തൻ്റെ പ്രയാണം ആരംഭിച്ചു. വൈദികരും പ്രശസ്തരായ വ്യക്തികളും തിരികളുമായി അനുഗമിച്ചു. വലൻസിയായിക്ക് നേരെയാണ് അത് യാത്ര തുടങ്ങിയതെങ്കിലും അവിടെ നിന്നില്ല. റോവിൻ, കത്തറോണ, മനീസസ്, ഷെറേക്ക, ഡെർവൽ അങ്ങനെ നഗരങ്ങളിലൂടെ അത് കടന്നുപോയെങ്കിലും ഒരിടത്തും നിലയുറപ്പിച്ചില്ല. ഈ കഴുത 12 ദിവസം കൊണ്ട് 1200 കിലോമീറ്റർ യാത്ര ചെയ്ത് അവസാനം ഡെറോക്ക നഗരത്തിലെ വിശുദ്ധ മർക്കോസിന്റെ നാമത്തിലുള്ള ഒരു ആശുപത്രിക്ക് മുൻപിലെത്തി നിന്നു. അവിടെ നിന്നും ഒരടി പോലും മുന്നോട്ട് നീങ്ങാതായപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതം സൂക്ഷിക്കപ്പെടേണ്ട സ്ഥലം അതാണ് എന്ന് എല്ലാവരും വിധിയെഴുതി. താമസിയാതെ ദിവ്യകാരുണ്യനാഥനു വേണ്ടി അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദിവ്യകാരുണ്യനാഥനെയും വഹിച്ചുകൊണ്ട് ആ കഴുത യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ നടന്നു. രോഗികൾ സൗഖ്യമായി, പിശാചുബാധിതർ മോചിതരായി, ധാരാളം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, അനേകം പാപികൾ മാനസാന്തരപ്പെട്ടു. ലുഷേന്തയിലാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതെന്നും പിന്നീട് ഒരു കഴുതയുടെ മുകളിൽ വെച്ച് പ്രദക്ഷിണമായി നഗരങ്ങളിലൂടെ അത് വഹിച്ചുകൊണ്ടുപോയി എന്നും അവസാനം ഡെറോക്ക നഗരത്തിൽ അത്ഭുതകരമായി അത് സ്ഥാപിക്കപ്പെട്ടു എന്നും സാക്ഷ്യം നൽകുന്ന ധാരാളം ചരിത്രരേഖകളുണ്ട്. 1385 വളരെ മനോഹരമായ ഒരു രൂപക്കൂട് ദിവ്യകാരുണ്യ അത്ഭുതം സൂക്ഷിക്കുന്നതിനായി നിർമ്മിക്കുകയുണ്ടായി. ഇതിനു മുൻപിലെത്തിയാണ് തീർത്ഥാടകർ തങ്ങളുടെ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചു മടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തോടനുബന്ധിച്ച് നടന്ന എല്ലാ സംഭവങ്ങളുടെയും ചിത്രരചനകളും കൊത്തുപണികളും നമുക്ക് കാണാം. ലുഷേന്തോ യുദ്ധത്തിൻ്റെയും ഫാദർ മത്തേയും പട്ടാളക്കാരും ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന തിരുവസ്ത്രവും പിടിച്ച് പ്രദക്ഷിണമായി നീങ്ങുന്നതിൻ്റെയും കഴുതയുടെ പുറത്തുവച്ച് ഇത് നഗരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെയും അവസാനം ഡെറോക്കയിലെത്തുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ ഇവിടെ ചിത്രങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. ഡെറോക്കയിൽ നിന്ന് 1261 ഒരു ദൗത്യസംഘം ഇറ്റലിയിലെ ഓർവിയാത്തോയിലേക്ക് യാത്ര ചെയ്ത് ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് അർബൻ 4-ാമൻ പാപ്പയെ ഔദ്യോഗികമായി അറിയിക്കുകയുണ്ടായി. ഡെറോക്കയിലെ അത്ഭുതത്തിന് 24 വർഷങ്ങൾക്ക് ശേഷം 1263 നമ്മുടെ ദിവ്യനാഥൻ മറ്റൊരു അത്ഭുതം കൂടി പ്രവർത്തിക്കുവാൻ തിരുമനസ്സായി. അതിന് ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് ബെൽജിയത്ത് താമസിച്ചിരുന്ന വിശുദ്ധ ജൂലിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു തിരുനാൾ സഭയിൽ സ്ഥാപിക്കുന്നതിനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. തനിക്കുണ്ടായ ദർശനം ജീവിതകാലത്ത് പൂർത്തീകരിച്ചു കാണുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അവളുടെ ആഗ്രഹം ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രചോദനമായിരുന്നുവെന്ന് ഒരു വൈദികൻ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹമാണ് പിന്നീട് അർബൻ 4-ാമൻ പാപ്പയായി തീർന്നത്. പിന്നീടാണ് പ്രാഗിലെ അത്ഭുതങ്ങൾ നാം കാണുന്നത്. സഭയെ ഒന്നിനു പിറകെ ഒന്നായി പാഷണ്ഡതകൾ പിടിച്ചു കുലുക്കുവാൻ തുടങ്ങി. വൈദികർക്കു പോലും ദിവ്യകാരുണ്യത്തിലെ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തെ
വിശ്വസിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. എന്തു ചെയ്യണമെന്നറിയാതെ പരിശുദ്ധ പിതാവ് റോമിലെ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. വഴിയിൽ വച്ച് അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന മറ്റൊരു സ്ഥലമായ ബോൾസേനയിലെ വിശുദ്ധ ക്രിസ്റ്റീനയുടെ നാമത്തിലുള്ള ദേവാലയത്തിലെത്തി ദിവ്യബലി അർപ്പിച്ചു. അവിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു തിരുനാൾ സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനായി അദ്ദേഹം തീരുമാനിച്ചു. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം പോലെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധ ജൂലിയാനിയുടെ സന്യാസ സമൂഹത്തിൽ നിന്നും ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ഡെറോക്കയിൽ നിന്നും ദൗത്യ സംഘങ്ങളെത്തി അദ്ദേഹത്തെ കാണുന്നത് ഈ സമയത്താണ്. അതിനാൽ ഏത് ദിവ്യകാരുണ്യ അത്ഭുതമാണ് സഭയുടെ ഏറ്റവും വലിയ തിരുനാളുകളിലൊന്നായ കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളിന് കാരണമായത് എന്ന് നമുക്ക് ഇന്നും അജ്ഞാതമാണ്. എങ്കിലും ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വസ്തുത ഇപ്രകാരമാണ്: വ്യക്തികളും സാഹചര്യങ്ങളും മാറി വന്നേക്കാം, എങ്കിലും ദൈവത്തിന് തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് അവയൊന്നും തടസ്സമാകുന്നില്ല. അവിടുന്ന് യുഗാന്ത്യം വരെ നമ്മോട് കൂടെയുണ്ടായിരിക്കും. ദൈവത്തിന് എന്നും അവിടുത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് അവിടുത്തേതായ വഴികളുണ്ടായിരുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ശരീരവും ഹൃദയവും തകർക്കപ്പെട്ട അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് ജീവനേകുവാനായി അപ്പമായി തീർന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിത വ്യഗ്രതകളിലും സുഖമോഹങ്ങളിലും അകപ്പെട്ട് അങ്ങയുടെ സ്നേഹത്തെ വിസ്മരിച്ച നിമിഷങ്ങളെ ഓർത്ത് ഹൃദയപൂർവ്വം ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ അതിലംഘിക്കുന്ന കാരുണ്യമായി ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്ങയോട് ചേർന്ന് ശിഷ്ടജീവിതം നയിക്കുവാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. How beautiful the hands that served the wine and the bread, and the sons of the earth. How beautiful the feet that walked the long dusty roads, and the hill to the cross. How beautiful, how beautiful, how beautiful.